ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജാനുവരി 20 അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഓടി തുടങ്ങിയ വന്ദേ ഭാരത് ട്രെയിനുകളെക്കുറിച്ചാണ്. 2019 ഫെബ്രുവരി 15 ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചവയാണത്. ഇപ്പോൾ കൃത്യം 6 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്ത്, അതായത് ഈ കഴിഞ്ഞ ജനുവരി 17 സ്ലീപ്പർ ക്ലാസ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ട്രാക്കിലിറങ്ങി. വളരെ മികച്ച യാത്രാ സൗകര്യങ്ങളാണ്. വിമാനത്തിൻ്റേതിന് തുല്യമായിട്ടുള്ള സീറ്റിംഗ് സംവിധാനങ്ങളും ഫെസിലിറ്റീസുമാണ് ട്രെയിനിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇനി കമേഴ്ഷ്യലായിട്ടുള്ള യാത്രകൾ ജാനുവരി 22 2 ദിവസം കൂടെ കഴിയുമ്പോൾ ആയി തുടങ്ങും. ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് കൽക്കട്ടയിൽ, വെസ്റ്റ് ബംഗാളിൽ ഹൗറ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നും മാൾഡ അങ്ങനെയാണ് ആ സ്റ്റേഷൻ്റെ പേര്. അവിടെ നിന്നും ആസാമിലെ ഗുവാഹട്ടിയിലെ കാമാഖ്യ എന്ന സ്ഥലത്തേക്കാണ്. വളരെ ഫാസ്റ്റായിട്ട് സെമി ഫാസ്റ്റ് ട്രെയിനുകളാണ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ സാധിക്കുന്ന ട്രെയിനുകളാണ്. ഹൈസ്പീഡ് ട്രെയിനുകൾ ഏതാണ്ട് 700 കിലോമീറ്ററൊക്കെയാണ് ഉള്ളത്. അത് ജപ്പാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. അവരാണ് ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രാക്കുകളുടെ സാഹചര്യം അനുസരിച്ചും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ വേഗത 180 കിലോമീറ്ററാണ്. ഇപ്പോൾ ഇറങ്ങിയ വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾക്ക് 180 കിലോമീറ്റർ വേഗം വരെ കൈവരിക്കാനാകും എന്നാണ് അറിയുന്നത്. അതുപോലെ ട്രെയിൻ വളരെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു ബോധം എല്ലാ പൗരന്മാർക്കും ഉണ്ടായിരിക്കണം. ട്രെയിൻ എന്നല്ല, എല്ലാ സ്ഥലത്തും, അത് വീട്ടിലായാലും പൊതുനിരത്തുകളിലായിരുന്നാലും അതുപോലെ പൊതുവകകളായിരുന്നാലും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വന്ദേ ഭാരത് ട്രെയിനിനകത്ത് ചപ്പുചവറുകൾ ആക്കി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, അത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. ഓക്കെ, എല്ലാവർക്കും ഇന്ന് ശുഭദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.